ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 ജൂൺ 3-ാം തീയതി. മാംഗോസ്റ്റിൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫുൾ ചരിത്രം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. കാണുന്നത് മാംഗോസ്റ്റിൻ ട്രീയാണ്. ഏതാണ്ട് 12 വർഷത്തോളം പ്രായമായി. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ ട്രീ ഞാൻ നട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി അകലത്തിൽ. ഇത് ഫെബ്രുവരി 20-ാം തീയതിയോടുകൂടി പൂക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 400-500 പൂക്കൾ എല്ലാ ശേഖരങ്ങളിലുമായി നിറഞ്ഞ മാംഗോസ്റ്റിൻ പൂക്കൾ 4 ഇതളുകളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് ചുവപ്പ് നിറത്തിലുള്ള 2 അഡീഷണലായിട്ടുള്ള പെറ്റൽസും കാണാനുണ്ട്. ഈ എൻ്റെ ചെടിയിൽ ഏതാണ്ട് ഒരു 600ഓളം പൂക്കളെങ്കിലും ഉണ്ടായി. ചെടി നിറച്ചും താഴെ മുതൽ മോളി വരെ ഇക്കൊല്ലം പൂക്കുകയുണ്ടായി. ഫെബ്രുവരി 15 അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വിരിയാൻ തുടങ്ങി. ഫെബ്രുവരി 20 ആയപ്പോഴത്തേനും പൂക്കളെല്ലാം തന്നെ വിരിഞ്ഞു. നമുക്ക് കാണുന്നതാണ് മാംഗോസ്റ്റിൻ്റെ പൂവ്. ചെറിയ മുട്ടുകൾ ഉണ്ടായതിനു ശേഷം വലിയ പൂക്കളാവുകയാണ്. ഏതാണ്ട് മാർച്ച് 20 ആയപ്പോഴത്തേനും കായകൾ ഉള്ളിൽ ഡെവലപ്പാകുകയും അത് വലിപ്പം വെക്കുകയും ചെയ്തു. ഈ സൈഡിലുള്ള ഇതളുകളെല്ലാം പൊഴിയാറായി. കായകൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. കായകളുടെ അറ്റത്ത് ഒരു 5 ഡിവൈഡ് ചെയ്തൊരു പൂ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഏപ്രിൽ 15 ആയപ്പോഴത്തേനും ഏതാണ്ട് പകുതി മൂപ്പ് എത്തി. ഞാൻ വേനൽക്ക് നല്ലപോലെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ കായകൾ ഒന്നും തന്നെ പൊഴിഞ്ഞു പോകാതെ എനിക്ക് കിട്ടി. മെയ് മാസം 15 ആയപ്പോഴത്തേനും മഴയെല്ലാം ധാരാളം ലഭിക്കുകയും കായകളെല്ലാം മൂത്ത് പഴമാകുകയും ചെയ്തു. പഴുത്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു ലൈറ്റ് കളറ് മാറി ഒരു ബ്രൗണിഷ് കളറിലേക്ക് പോകും. അതിൻ്റെ ആ കളറ് നമുക്ക് കാണുമ്പോൾ പാകമായതിനെ തിരിച്ചറിയാൻ സാധിക്കും. മാംഗോസ്റ്റിൻ ഞാൻ സാധാരണ പറിച്ചു വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊണ്ടിന് ന്യായമായ കടുപ്പം ഉള്ളതിനാൽ പെട്ടെന്ന് പക്ഷികൾ ഇതിനെ ആക്രമിക്കുകയില്ല. അവരുടെ ചുണ്ടുകൾക്ക് ഇതിൻ്റെ തണ്ടുകൾ തുളയ്ക്കുവാനുള്ള കഴിവ് കുറവാണ്. അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യവും വളരെ കുറവാണ്. ഇതിനാകപ്പാടെ ഉണ്ടാകുന്ന ഒരു മഞ്ഞപ്പ് രോഗം, അതായത് മൂത്ത കായയുടെ ഉള്ളിൽ ഉള്ള ഫലങ്ങൾ ചിലതിൻ്റെ സൈഡിൽ മഞ്ഞ കളറ് കാണും. അതിന് ഒരു കമർപ്പും ടേസ്റ്റായിരിക്കും. ഭക്ഷിക്കാൻ യോഗ്യമല്ലത്. മാർച്ച് മാസം അവസാനത്തോടുകൂടി ഇവ പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. ജൂൺ ആദ്യം ധാരാളം പൊഴിച്ചിലുണ്ടാവും. വളരെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ലഭിച്ച ഒരു പഴമാണിത്. അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എൻ്റെ കൊച്ചുമകനും എൻ്റെ കൂടെ ഉണ്ട്. അവന് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ വർഷം കുഞ്ഞായിരുന്നുകൊണ്ട് കൊടുത്തില്ല. ഈ വർഷമാണ് ഞാൻ അവനെ ആദ്യമായിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ഞാനിത് ഭക്ഷിച്ചു. എനിക്ക് വളരെ മധുരമുള്ളതും സ്വീറ്റായിട്ടും തോന്നി. എൻ്റെ മൂത്ത പെങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഷുഗർ അധികമില്ലാത്തതിനാൽ 1-2 കാര്യം ഞാൻ അവർക്ക് കൊടുത്തു. ഭക്ഷിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുമകനും അത് തനിയെ എടുത്ത് അവൻ ഭക്ഷിക്കുന്നു. സൂപ്പർ വീഡിയോ. എണീറ്റ് വന്നാൽ ഒരു 10 മണിയാകുമ്പോഴത്തേനും 2-3 ഫലങ്ങൾ പുള്ളി ഉള്ളിലാക്കും. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിലൊരു അല്പം മുഴുത്തതായിരിക്കും. അതാണ് വിത്ത്. ബാക്കിയുള്ള കായ്കളിൽ ഞോള പോലെ അകത്ത് കുരുവില്ല. അത് മാത്രമേ അവന് കൊടുക്കുകയുള്ളൂ. കട്ടി കൂടിയ കായ്കൾ തൊണ്ടയിൽ തടങ്ങാൻ സാധ്യതയുള്ളതിനാൽ ഞങ്ങൾ തന്നെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വലിയ കുട്ടികൾക്ക് കൊടുക്കരുത്. അതാണ് എൻ്റെ ഒരു നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂഞ്ഞാർ കുര്യൻ.